സുഹൃത്തുക്കളെ, അമേരിക്കയും ഇസ്രായേലും ഇറാനിലേക്ക് ബോംബുകളും മിസൈലുകളും മഴ പോലെ വീഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രത്തലവനടക്കം നിരപരാധിയായ സ്കൂൾ കുട്ടികൾ വരെ വിവേചനമില്ലാതെ കൊല്ലപ്പെടുമ്പോൾ പാശ്ചാത്യ ലോകം പുതിയ അധിനിവേശ തരംഗവുമായി മുന്നേറുന്നതായി തോന്നുന്നു. കഴിഞ്ഞ 2 വർഷമായി ഗാസയിൽ പാലസ്തീൻ ജനത നേരിടുന്ന കൂട്ടക്കൊല മുതൽ വെനിസ്വേലിയൻ പ്രസിഡന്റിനെ അപഹരിച്ചതുവരെ കഴിഞ്ഞ വർഷവും ഇപ്പോഴും തുടരുന്ന ഇറാനിലെ ആക്രമണങ്ങളിൽ നിന്ന് ക്യൂബയ്ക്കെതിരായി തുറന്ന ഭീഷണികൾ വരെ അമേരിക്കയുടെ സാമ്രാജ്യത്വ താൽപ്പര്യങ്ങൾക്കും പശ്ചാത്തേഷ്യയുടെ അതിൻ്റെ പ്രതിനിധിയായ ഇസ്രയേലും അനുസരണയില്ലാത്ത ഏതൊരു രാജ്യവും ഇടതോ വലതോ ആയാലും കഠിനമായ ക്രൂരതയെ നേരിടേണ്ടി വരുമെന്ന് വ്യക്തമാണ്. ദൗർഭാഗ്യവശാൽ ഈ പുതിയ അധിനിവേശ തരംഗത്തിനെതിരെ ശക്തമായ നൈതിക ശബ്ദങ്ങൾ പ്രത്യേകിച്ച് ഗ്ലോബൽ സൗത്തിൽ നിന്ന് ഇന്ന് വളരെ കുറവാണ്. സ്വന്തമായ അധിനിവേശ വിരുദ്ധ സമരചരിത്രവും ലോകത്ത് നേടിയ ബഹുമാനവും കൊണ്ട് ഇന്ത്യ ഏറെക്കാലം ഗ്ലോബൽ സൗത്തിൽ നിന്നുയർന്ന ശക്തമായ അധിനിവേശ വിരുദ്ധ ശബ്ദമായിരുന്നു. അതിനാൽ ഇസ്രായേൽ ഇറാനെതിരെ ഈ നിയമവിരുദ്ധ യുദ്ധം തുടങ്ങുന്നതിന് വെറും 2 ദിവസം മുമ്പ് ഇന്ത്യയുടെ പാരമ്പര്യ സഖ്യകക്ഷിയായ ഇറാനെതിരെ ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ അതിഥിയായി എത്തിയിരുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയത് പ്രത്യേകിച്ച് ഞെട്ടിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ 8 വർഷത്തിനിടെ ഇസ്രായേലിലേക്കുള്ള മോദിയുടെ 2ാമത്തെ സന്ദർശനം ഇന്ത്യൻ സർക്കാർ ഇസ്രായേലുമായി വികസിപ്പിച്ചെടുത്ത അടുത്ത ബന്ധത്തെ ലോകശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഗാസയിൽ നടന്ന കൂട്ടക്കൊല ആരംഭിച്ചതിന് ശേഷം ഇസ്രായേലിലെത്തി നെതന്യാഹുവിനെ കണ്ടുമുട്ടിയ ഗ്ലോബൽ സൗത്തിൽ നിന്നുള്ള ആദ്യ നേതാവായിരുന്നു മോദി. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് നിലനിൽക്കുന്നതിനെയും അവഗണിച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച. മോദിയുടെ സന്ദർശനം ഇസ്രായേലുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ അനുകൂലത നേടാനുള്ള ശ്രമവുമായിരുന്നു. കഴിഞ്ഞ സന്ദർശനം ജെഫ്രി എപ്സ്റ്റീൻ തൻ്റെ ഒരു ഇമെയിലിൽ ഇങ്ങനെ വിവരിച്ചിരുന്നു: ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ഉപദേശം സ്വീകരിച്ചു. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പ്രീതിക്കായി ഇസ്രയേലിൽ പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തു. അവർ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കണ്ടുമുട്ടിയിരുന്നു. അത് പ്രവർത്തിച്ചു. ഈ പ്രാവശ്യം മോദി ഇസ്രയേലിൽ എന്ത് ഗാനം നൃത്തം നടത്തിയെന്ന്, എന്താണ് പ്രവർത്തിച്ചത് എന്ന് നാം കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ഒരു പ്രതിരോധ കരാറുമായി മടങ്ങിയിരുന്നു. കൂടാതെ പെഗാസസ് എന്ന സ്പൈവെയർ സാങ്കേതികവിദ്യയും അത് പിന്നീട് ആഭ്യന്തര വിമർശകരെ ലക്ഷ്യമാക്കാനും ഉപയോഗിക്കപ്പെട്ടു. ഈ പ്രാവശ്യം അദ്ദേഹം ഇസ്രായേൽ പാർലമെൻറ്റിൽ നിന്ന് ഒരു മെഡൽ നേടി മടങ്ങിയതും കൂടാതെ കൂടുതൽ കരാറുകളും പശ്ചാത്തേഷ്യയിലെ ഇസ്രായേൽ നയങ്ങൾക്ക് മൗന പിന്തുണയോ പരോക്ഷ പിന്തുണയോ വാഗ്ദാനം ചെയ്തു എന്നാണ് നിരീക്ഷണം. മോദി ഇസ്രായേലിലായിരിക്കുമ്പോൾ കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യയിൽ പാലസ്തീൻ ഐക്യദാർഢ്യ പ്രതിഷേധങ്ങൾക്കെതിരെ പോലീസിൻ്റെ കടുത്ത നടപടി വാർത്തകളിൽ നിറഞ്ഞു. ന്യൂഡൽഹിയിലെ ഇസ്രായേൽ എംബസിയുടെ മുന്നിലും ജന്തർ മന്ദിറിലും പ്രതിഷേധിച്ച പ്രവർത്തകരുടെ അറസ്റ്റുകൾ, ബംഗളൂരുവിലെ ഫ്രൈസർ ടൗണിലെ പ്രതിഷേധങ്ങൾക്കെതിരായ നടപടികൾ, ശ്രീനഗറിലെ മുഹറം ഘോഷയാത്രകളിൽ പാലസ്തീൻ പതാകകളും പോസ്റ്ററുകളും നിരോധിച്ചതുവരെ പാലസ്തീൻ ഐക്യദാർഢ്യ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ഇന്ത്യയിലൊട്ടാകെ കണ്ടുവരുന്നു. 2024 BJPയും കോൺഗ്രസും അവരുടെ സഖ്യകക്ഷികളും ഭരിച്ചിരുന്ന 7 സംസ്ഥാനങ്ങളിൽ പാലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചതിനെയോ അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പിന്തുണ പ്രകടിപ്പിച്ചതിനോ 51 പേർക്കെതിരെ 17 FIRകൾ രജിസ്റ്റർ ചെയ്തു. ഇന്ത്യയുടെയും ഇന്ത്യക്കാരുടെയും പാലസ്തീൻ ഇസ്രായേൽ നിലപാട് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ, ഇന്ത്യയുടെ ആഭ്യന്തര സാഹചര്യവുമായി നേരിട്ട് ബന്ധമില്ലാത്ത വിഷയത്തിൽ ഇത്തരത്തിലൊരു സംസ്ഥാന അടിച്ചമർത്തൽ മുൻകാലങ്ങളിൽ കണ്ടിട്ടില്ല. ഗാസയിലെ കൂട്ടക്കൊല അപലപിക്കുന്ന ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി പ്രമേയങ്ങളിൽ ഇന്ത്യ എടുത്ത അനിശ്ചിതത്വ നിലപാടുകളും, ഉദാഹരണത്തിന് വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ ഭൂമി ഏറ്റെടുക്കലിനെ അപലപിക്കുന്ന പ്രമേയത്തിൽ വോട്ട് ചെയ്യാതിരുന്നത്, ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ ഏകകണ്ഠമായി എതിർത്തെന്നിരിക്കെ ലോക ജനങ്ങളുടെ മനസ്സിൽ ഇന്ത്യയുടെ നിലപാട് സംബന്ധിച്ച് ഗൗരവകരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. എന്നാൽ ഇത് എല്ലായ്പ്പോഴും ഇങ്ങനെയായിരുന്നില്ല. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ നമ്മുടെ ദേശീയ സമരത്തെ നയിച്ച നേതാക്കളും ചിന്തകരും പാലസ്തീൻ പ്രശ്നത്തെ നൈതികവും മാനവികവുമായ വിഷയമായി കണ്ടിരുന്നു. അവർ യഹൂദ ജനതയുടെ വേദനയെ മനസ്സിലാക്കിയിരുന്നുവെങ്കിലും അറബ് ജനതയുടെ സ്വയം നിർണയാവകാശത്തെ പിന്തുണച്ചു. വിപ്ലവ കവി എന്നറിയപ്പെടുന്ന കാസി നസ്രുൽ ഇസ്ലാം അറബികളുടെ സ്വയം നിർണയാവകാശത്തെ തുറന്നു പിന്തുണച്ച ആദ്യ ഇന്ത്യൻ ചിന്തകരിൽ ഒരാളായിരുന്നു. 1ാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യൻ സേനയിൽ ചേർന്നിരുന്ന അദ്ദേഹം കറാച്ചിയിൽ നിയമിതനായിരുന്നു. അവിടെ വെസ്റ്റ് ഏഷ്യയിലെ സംഭവവികാസങ്ങളെ അടുത്തറിഞ്ഞു. ഓട്ടോമൻ സാമ്രാജ്യം തകർന്നപ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടം പാലസ്തീനിൽ നിയന്ത്രണം സ്ഥാപിക്കുകയും അറബികൾ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ നസ്രുൽ ബ്രിട്ടീഷിനെയും ഓട്ടോമൻ ഭരണത്തെയും എതിർത്തു. ഖിലാഫത്ത് പ്രസ്ഥാനം പോലും അദ്ദേഹം വിമർശിച്ചു. 1917 നവംബറിൽ ബ്രിട്ടീഷ് സർക്കാർ ബാൽഫർ പ്രഖ്യാപനം വഴി പാലസ്തീനിൽ യഹൂദ ജനതയ്ക്ക് ദേശീയ ഭവനം സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അന്നത് ഓട്ടോമൻ പ്രദേശമായിരുന്നു.
യഹൂദ ജനസംഖ്യ വളരെ കുറവായിരുന്നു. ഇതാണ് പിന്നീട് സയോണിസ്റ്റ് കുടിയേറ്റത്തിനും 1948 ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തിനും വഴിവെച്ചത്. രവീന്ദ്രനാഥ ടാഗോർ യഹൂദ ജനതയോടുള്ള സഹാനുഭൂതി പ്രകടിപ്പിച്ചിരുന്നെങ്കിലും സയോണിസം യൂറോപ്പ് ദേശീയതയുടെ സ്വാധീനത്തിൽ വളരുന്നതായി മുന്നറിയിപ്പ് നൽകി. അറബ് യഹൂദ സഹകരണത്തിലൂടെയാണ് പ്രശ്നപരിഹാരം സാധ്യമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 1930 നൽകിയ അഭിമുഖത്തിൽ ലണ്ടനിലെ ചർച്ചകൾ പ്രശ്ന പരിഹാരമാകില്ലെന്നും പാലസ്തീൻ നേരിട്ടുള്ള അറബ് യഹൂദ ധാരണയിലൂടെ മാത്രമേ സമാധാനം ഉണ്ടാകൂ എന്നും പറഞ്ഞു. ഇല്ലെങ്കിൽ അശുഭ സ്ഫോടനങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇന്നത്തെ സാഹചര്യത്തിൽ അത് പ്രവചനമായി തോന്നുന്നു. മഹാത്മാഗാന്ധി 1938 ഹരിജൻ പത്രത്തിൽ എഴുതിയത് പാലസ്തീൻ അറബുകളുടെ നാടാണ്, ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാരുടേതെന്നുപോലെ. യഹൂദരെ അറബുകളിലേക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുവരുന്നത് അനീതിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. യഹൂദർക്ക് പാലസ്തീനിൽ താമസിക്കണമെങ്കിൽ അറബുകളുടെ സ്നേഹവും സമ്മതവും നേടണം. ബ്രിട്ടീഷ് തോക്കിൻ്റെ നിഴലിൽ അല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ജവഹർലാൽ നെഹ്റു 1933 പ്രസിദ്ധീകരിച്ച ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ പാലസ്തീൻ പ്രശ്നം ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ ഫലമാണെന്നും സയോണിസം ഏഷ്യയിൽ സാമ്രാജ്യത്വത്തിനുള്ള ഉപകരണമാണെന്നും എഴുതി. അറബികൾ സ്വയം ഭരണവും സ്വാതന്ത്ര്യവും ആവശ്യപ്പെട്ടതും ബ്രിട്ടീഷ് ഭരണകൂടം സാധാരണയായി യഹൂദരെ പിന്തുണച്ചതും അദ്ദേഹം രേഖപ്പെടുത്തി. സ്വതന്ത്ര ഇന്ത്യയുടെ നിലപാട് എന്തായിരുന്നുവെന്ന് ഈ നേതാക്കളുടെ നൈതിക നിലപാട് പിന്തുടർന്ന് സ്വതന്ത്ര ഇന്ത്യ പാലസ്തീൻ സ്വാതന്ത്ര്യത്തെ പിന്തുണച്ചു. 1947 ഐക്യരാഷ്ട്രസഭയിൽ പാലസ്തീനെ വിഭജിക്കുന്ന പദ്ധതിക്കെതിരെ ഇന്ത്യ വോട്ട് ചെയ്തു. 1949 ഇസ്രയേലിനെ UN അംഗത്വം നൽകുന്നതിനെതിരെ വോട്ട് ചെയ്തു. 1974 പാലസ്തീൻ വിമോചന സംഘടനയെ അംഗീകരിച്ചു. 1988 പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചു. ഇത് അധിനിവേശ വിരുദ്ധ നിലപാടിൻ്റെ തുടർച്ചയായിരുന്നു. 1991 സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ മാറ്റം വന്നു. 1992 ഇന്ത്യ ഔദ്യോഗികമായി ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു. തുടർന്ന് പ്രതിരോധ സുരക്ഷാ സഹകരണം ശക്തമായി. 1998 അടൽ ബിഹാരി വാജ്പേയി നയിച്ച NDA സർക്കാർ അധികാരത്തിലെത്തിയതോടെ ഈ ബന്ധം കൂടുതൽ ശക്തമായി. 2014 മോദി സർക്കാർ അധികാരത്തിലെത്തിയതോടെ ഇന്ത്യ ഇസ്രായേൽ ബന്ധം പുതിയ ആശയപരമായ അടിസ്ഥാനം നേടി. പ്രതിരോധ കരാറുകൾ, ആയുധ വ്യാപാരം, പെഗാസസ് പോലുള്ള സാങ്കേതിക വിദ്യകൾ, വ്യവസായ കരാറുകൾ ഇവയെല്ലാം വേഗത്തിൽ വർദ്ധിച്ചു. ഹിന്ദുത്വവും സയണിസവും ഇരു ആശയധാരകളുടെയും പൊതു അടിസ്ഥാനമായി ജാതീയ ദേശീയതയും ചരിത്രപരമായ ഇരകളെന്ന വിവരണവും കാണപ്പെടുന്നു എന്ന് വിമർശകർ പറയുന്നു. ഈ ആശയപരമായ സാമ്യം ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ ചിലർ ഇസ്രയേലിൻ്റെ പാലസ്തീൻ നയത്തെ മാതൃകയായി കാണുന്നുവെന്ന വിമർശനവും ഉയരുന്നു. ഇന്നത്തെ ചോദ്യം: ഇന്ന് ലോകമെമ്പാടും ഗാസയിലെ ആക്രമണത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു. പക്ഷേ ഇന്ത്യയിൽ വലിയ തോതിൽ പ്രതിഷേധം നടക്കുന്നതായി കാണുന്നില്ല. പകരം ചിലപ്പോൾ അടിച്ചമർത്തലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യ സമര നേതാക്കൾ മനുഷ്യാവകാശവും സ്വയം നിർണയാവകാശവും അടിസ്ഥാനമാക്കി നിലപാടെടുത്തിരുന്നു. ഇന്ന് വീണ്ടും നമുക്ക് നമ്മുടെ നൈതിക ദിശാസൂചി പരിശോധിക്കേണ്ട സമയമാണ്. പുതിയ അധിനിവേശ തരംഗത്തിനെതിരെ നാം ഉറച്ചു നിൽക്കുമോ, അല്ലെങ്കിൽ ശക്തരോടൊപ്പം മൗനമായി നിൽക്കുമോ? ഇത് ഒരു വിദേശ നയ പ്രശ്നമല്ല, ഇത് നമ്മുടെ മൂല്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യം കൂടിയാണ്.